അറിവിന്റെ പൊന്നോണം ഇത്തവണ CC+നൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC+ വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9496949929. ഹായ്, വെൽക്കം ടു CC+. ഞാൻ അനന്തു. അപ്പം എല്ലാവരും ഇനി ഓണം വെക്കേഷൻ്റെ കാലത്തേക്ക് അല്ലേ പ്രതീക്ഷിച്ചിരിക്കണം. ഓണം വെക്കേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും, എവിടെയൊക്കെ പോകണം എന്നുള്ള, ഓണമൊക്കെ എങ്ങനെ അടിച്ചു പൊളിക്കണം എന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഓണം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് നവോദയയ്ക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം എന്ന് സാർ എന്ന് പറയും. അതേപോലെ നമുക്ക് കുറച്ച് മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസും ചെയ്യാം. അതേപോലെ CC+ൽ ഒരു ചെറിയൊരു സമ്മാനം കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. നോക്കിയേ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാറ്റേൺ കംപ്ലീഷൻ ആയിട്ടാട്ടോ. പാറ്റേൺ കംപ്ലീഷൻ നോക്കിക്കേ, നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ. ഒരു വലിയ സ്ക്വയർ ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്, ദേ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു അല്ലേ. ഒരു വലിയ സ്ക്വയർ ഉണ്ട് അല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, 4 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആ ഫിഗേഴ്സ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നിരിക്കുന്ന ഫിഗേഴ്സ് നോക്കിക്കേ എങ്ങനെയാ വരുന്നത്. ഇത് കണ്ടോ, 2 സർക്കിൾസ് ഒക്കെയാണല്ലേ. 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. അവിടെ ദേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ, ട്രയാങ്കിൾ അല്ല, ഇങ്ങനത്തെ 2 ലൈൻസ് വന്ന് ജോയിൻ ചെയ്തിട്ടുമുണ്ട് അല്ലേ. ഇങ്ങനെ 2 ലൈൻസും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു നോക്കിയേ, ഈ ഒരു ഫിഗറിനെ ഇങ്ങോട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. അതെ, ഇതിനെ ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് വന്ന് അത് ഇവിടെ വന്ന് മുട്ടും അല്ലേ, ഇവിടെ വന്ന് മുട്ടും. എല്ലാത്തിലും അങ്ങനെയുണ്ട്. ദേ ഈ ഒരെണ്ണത്തിൽ മാത്രമില്ല, അത് നേരെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യമേ അതിനെ കട്ട് ചെയ്ത് കളയാം. അടുത്ത് നോക്കിക്കേ, വലിയൊരു സർക്കിൾ ഉണ്ട് അതിൻ്റെ ചുറ്റുമുള്ള, അതും ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടിയിട്ടുണ്ട് കണ്ടോ, അതും ഇവിടെ വന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ, അത് ഈ ഓപ്ഷനിൽ അങ്ങനെയുണ്ട്. ഈ ഓപ്ഷനിൽ ഇത് താഴെ വന്നിരിക്കുന്നത് അല്ലേ, എന്താ ഈ കോർണറിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമോ? വരത്തില്ല. എവിടെയേ വരത്തുള്ളൂ, നമുക്ക് നടുക്കായിട്ട് വേണം വരാൻ. അടുത്ത് നോക്കിക്കേ, ഇനി നമുക്ക് 2 ലൈൻസ് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലേ, 2 ലൈൻസ് ജോയിൻ. അപ്പോൾ അതെങ്ങനെ വരും, എങ്ങനെയാണ് വരിക, അത് ഈ ഒരു സെൻറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും അതേപോലെ അത് ഇങ്ങോട്ടും ഇങ്ങനെ വേണം ജോയിൻ ചെയ്യിപ്പിക്കാൻ. വേറെ എന്തെങ്കിലും അവിടെ സ്ക്വയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പോലെ എന്തെങ്കിലും സ്ക്വയറോ കാര്യങ്ങളോ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എയും അല്ല എന്ന് പറയാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ പാറ്റേൺ ശ്രദ്ധിക്കുക. പാറ്റേൺ പഠിക്കാൻ നേരത്തെ നിങ്ങൾക്ക് എന്താ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ, നമുക്ക് അവിടെ വരച്ച് നോക്കാനായിട്ട് ആവശ്യത്തിന് സ്ഥലം എവിടെ തന്നെയുണ്ട്, ആ കോളത്തിൽ തന്നെയുണ്ട്. അത് ചെയ്യുമ്പോൾ ഡൗട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ടുള്ള രീതിയിലുള്ള ഫിഗേഴ്സ് ആണെങ്കിൽ അത് വരച്ച് നോക്കണം. ആരും നിങ്ങളൊന്നും പറയത്തില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചെന്ന് വെച്ച് വരച്ച് നോക്കി തന്നെ ചെയ്ത് കൺഫേം ചെയ്യണം. കാരണം ഇതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, മാർക്ക് പെട്ടെന്ന് പോകുന്നതും എന്നാൽ ഗെയിൻ ചെയ്യാനായിട്ടും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. ഞാൻ പറഞ്ഞു ഓണം വെക്കേഷന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നല്ലേ. ഓണം വെക്കേഷൻ എന്തൊക്കെ ചെയ്യാൻ പോകുക നിങ്ങളെല്ലാവരും? നമുക്ക് 10 ദിവസമൊക്കെ ഉണ്ടാവും അല്ലേ. ഓണം ഒരു സൺഡേ പോയി അങ്ങനെ ഇങ്ങനെ നമുക്ക് കുറേ ദിവസങ്ങൾ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഓരോ ദിവസം എടുക്കുക. ഇപ്പം മോർണിംഗിൽ കുറച്ച് മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യുക. ഉച്ചയാവുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യാം. മോർണിംഗിൽ പല്ലുതേപ്പും ബ്രേക്ക്ഫാസ്റ്റും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് മാത്സ് അങ്ങ് പഠിക്കണം. ഓക്കെ അല്ലേ? കുറച്ച് നേരം ഇരുന്ന് മാത്സ് അങ്ങ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, മെൻ്റൽ എബിലിറ്റിക്ക് കൊടുക്കുക. ഈ നമ്മൾ ഉച്ച ഉറക്കത്തിനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പ് അങ്ങ് എടുക്കൂലേ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലേ എല്ലാവരും കയറി ഇറങ്ങി ഫുഡ് കഴിക്കലൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ സമയത്ത് നമുക്ക് മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉച്ച സമയമൊക്കെ ആവുമ്പോഴത്തേനും മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബോറടി അങ്ങ് മാറും. കാരണം നമുക്ക് ചെയ്യാനല്ലേ ഉള്ളൂ, നമുക്ക് എഴുതി ഭയങ്കര ചിന്തിച്ച് കണക്ക് കൂട്ടി ചെയ്യാനൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് പടങ്ങളല്ലേ എല്ലാം ചെയ്യാനല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി വൈകിട്ടത്തേന് വരിക, ഒന്ന് ഇച്ചിരി നേരമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറി ഒന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ വൈകിട്ടത്തെ പരിപാടികളിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് നേരം കൂടെ മാത്സ് ഒക്കെ എടുത്ത് ഇരിക്കുക. അല്ലെങ്കിൽ ലാംഗ്വേജ്, മാത്സും ലാംഗ്വേജ് ഒക്കെ ഒന്ന് വായിക്കുക. ബുക്കൊക്കെ എടുത്തൊന്ന് വായിക്കുക. ഫ്രീ ടൈം അല്ലേ,
ഇപ്പോൾ കുറേ പാസേജസ് നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ എത്രയോ പാസേജസ് കിട്ടും. ഒരു 4, 5, 6, 7 ക്ലാസ്സുകളിലേക്കൊക്കെ ഉള്ള പാസേജസ്, ആ ഒരു റേഞ്ച് ഓഫ് പാസേജസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പല ലെവലിൽ, ആ ഒരു 3 ലെവലിലെ പാസേജ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓണം വെക്കേഷൻ അടിപൊളിയായിട്ട് നവോദയയുടെ പോർഷൻസ് പട്ടേന്ന് മെയിൻ പോർഷൻസ് എല്ലാം തീർക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ഒരു കാര്യം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ പോലെ തന്നിട്ടുണ്ട്, ഒരു ലൈൻ തന്നിട്ടുണ്ട്. എല്ലാ ഫിഗേഴ്സും എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടാവുക ദേ ഇങ്ങനെയായിരിക്കും. ഈ 2 രീതിയിലാണ് സാധാരണ നമുക്ക് എന്താ വരിക, പാറ്റേണിൽ ഫില്ല് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. ഈ 2 രീതി. കൂടുതലും ചോദിക്കുന്നത് നമ്മുടെ സ്ക്വയറിൽ ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയർ വരുന്നതാണ്. ട്രയാങ്കിൾ വരുന്നത് ചോദിക്കുന്നത് കുറവാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇതിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗർ തമ്മിൽ, ഈ എ ഫിഗറും ബി ഫിഗറും എന്താ പ്രത്യേകത? എ ഫിഗറും ബി ഫിഗറും ഇതിനെ നേരെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല. ഒരു മിറർ ഇമേജ് പറയാം. ഇവിടെ മിറർ എവിടെ വെച്ചു? ഇവിടെ മിറർ വെച്ച് അത് കറക്റ്റായിട്ട് വന്നു. ഇവിടെ വന്നിരിക്കുന്ന ആളാണ് ഇവിടെ വന്നത് അല്ലേ, നേരെ തിരിഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ നേരെ തിരിച്ചിടണ്ടേ? തിരിച്ചിടുമ്പോൾ എന്ത് വരണം? ഈ ഒരു ലൈൻ പകുതിക്ക് വരെ നീളണം അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു പാർട്ട് ഇങ്ങോട്ടും ഈ ഒരു പാർട്ട് ഇങ്ങോട്ടും ജോയിൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇത് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു സൈഡ്, ഓപ്ഷനിൽ കാണുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതാ. അപ്പം ഏതായിരിക്കും നമുക്കിതിൽ ഓപ്ഷൻ വരിക? നോക്കി, ഇവിടെ സ്ക്വയർ പോലെ വരുമോ? ഇല്ല. ഇത് വരുമോ? നോക്കിയേ, ഇത് വരുമോ? വരും. കാരണം നോക്കിയേ, ട്രയാങ്കിൾ പോലെ വന്നു ഇങ്ങോട്ടും. ഇവിടെ താഴത്തേക്ക് ലൈൻ ഉണ്ട്. നമുക്ക് താഴത്തേക്ക് വല്ല ലൈൻസ് ഉണ്ടോ? ഇല്ല. ഇതെന്താണ്? കൃത്യം ഇങ്ങനെ ലാസ്റ്റ് വരെ വന്നിട്ടാണ്. നമുക്ക് ലാസ്റ്റ് വരെ മുട്ടുന്നുണ്ടോ? നമുക്കിവിടെ ഫ്രീ ആയി കിടക്കുമല്ലേ. ഇപ്പം ഇവിടെയും ഫ്രീ ആവണ്ടേ. സോ നമുക്ക് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്തുണ്ട്? ഈ സർക്കിൾ ഇവിടെ കംപ്ലീറ്റഡ് അല്ല കേട്ടോ. ഈ ഉള്ളിലെ സർക്കിൾ എന്താ? കംപ്ലീറ്റഡ് അല്ല. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അവിടെ വേറെ ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്നത് അല്ലേ. ഇതെന്താ? ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ, എല്ലാവരും അനലൈസ് ചെയ്തേ. ഈ വന്നിരിക്കുന്ന ആളെ നേരെ തിരിച്ചെടുത്തിടുവല്ലേ ചെയ്തേക്കുന്നേ. ഈ ഒരു ബോക്സിനെ നേരെ തിരിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുവച്ചേക്കുമല്ലേ, നേരെ മുകളിലേക്ക് അല്ലേ. അപ്പം അതാണ് ഈ കാണുന്നത്, നേരെ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുക. അപ്പം ഈ തന്നിരിക്കുന്ന ആളെ നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കണ്ടേ. മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും, ഇങ്ങനെ ഒരു പോർഷൻ വരും. പിന്നെ എന്താ വരുന്നത്? ഈ ട്രയാങ്കിൾ നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ വരണം? ഇങ്ങനെ വരും അല്ലേ. പോയിന്റ് ഇപ്പുറത്തേക്ക്, മീൻസ് പോയിന്റ് താഴത്തോട്ട് വരും. എങ്കിലല്ലേ ഇതിനെ ഇങ്ങനെ നേരെ മടക്കി വെക്കുമ്പം നമുക്ക് ഇതേപോലെ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഏതാ? നമുക്ക് എ കിട്ടില്ല എന്നറിയാം, സി കിട്ടത്തില്ല എന്നറിയാം, നമുക്ക് ഡിയും ബിയും ആണ് സംശയം വരിക. ഇതിൽ നോക്കിയേ, ഇതിനെ നേരെ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ തെറ്റാണ്. ഇത് ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ ഇങ്ങനെ മടക്കി എത്തുമ്പോൾ ഈ പോയിന്റ് ഇവിടെ വരത്തില്ലേ. ഈ ബ്ലൂ ഡോട്ട് ഇരിക്കുന്ന പോയിന്റ് ഇവിടെയല്ലേ വരണ്ടേ. നമ്മൾ അങ്ങനെയല്ലേ മിറർ ഇമേജിലായാലും പഠിച്ചിട്ടുള്ളത്. നേരെ ഇങ്ങനെ എടുക്കും, അല്ലെങ്കിൽ പേപ്പർ ഫോൾഡിങ്ങിൽ പഠിച്ചിട്ടില്ലേ. ഇപ്പം ഏതാ നമുക്ക് ആൻസർ വരുന്നത്? ഡി വരുമോ? ഇല്ല, ഡി വരത്തില്ല. നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമ്മാനം ഉണ്ടെന്ന്. എന്താണ്? നമുക്കൊരു കലക്കൻ ഓണം ഓഫറുണ്ട്. നവോദയ 6th-നും 9th-നും നമുക്ക് ഓഫറുണ്ട്. ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് 6th മുതലാണ് കേട്ടോ. സെപ്റ്റംബർ 6 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഓഫർ എന്താണെന്ന് അറിയണ്ടേ, എന്താണ് സമ്മാനം എന്നറിയണ്ടേ, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. 6th മുതലാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സമ്മാനം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. നമ്പർ ഏതാ? 9496949929. എല്ലാവരും ഓണത്തിനൊക്കെ ഇപ്പം ഒരുപാട് ഓഫേഴ്സ് കാണുന്നുണ്ടല്ലേ. അപ്പം അതേപോലെ നമുക്ക് CC+ലെ എല്ലാ കോഴ്സുകൾക്കും ഉണ്ടൊരു ഓഫർ. അപ്പോൾ കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്താണ് ഓഫർ എന്ന് മനസ്സിലാക്കി നമ്മുടെ പുതിയ ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ ആവട്ടെ. നല്ലൊരു അവസരമാണ്. ഡേറ്റ് കുറച്ച് ദിവസത്തേന് മാത്രമേ ഉണ്ടാവുള്ളൂ. 6 to ഒരു 3-4 days അല്ലെങ്കിൽ 3 to 5 days ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ.
അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമല്ലേ ക്വസ്റ്റ്യൻ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ വരച്ച് നോക്കിക്കോ. ദേ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് അറിയാലോ എല്ലാവർക്കും. എന്ത് ചെയ്ത് കണ്ടോ, നമുക്ക് 4 ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തത്. ഓരോ സ്ക്വയേഴ്സ് നമുക്ക് എടുക്കാം. ഓരോ സ്ക്വയർ എടുക്കുകയാണ്. ദേ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടല്ലേ, ദേ ഇങ്ങനെ. ഈ സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ദേ ഇങ്ങനൊരു വലിയ സ്ക്വയറും കൂടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ദേ ഇങ്ങനെ ഒരെണ്ണം. അപ്പം ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ? അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താ ഉള്ളത്? അടുത്ത ഇവിടെ എന്താ വരുന്നത്? സ്ക്വയേഴ്സ് എങ്ങനെയാണ് വരുന്നത്? ഒന്ന് നോക്കിക്കേ. അടുത്തൊരു ഷെയ്ഡ് ഇടാം. ഇനി നമുക്കിത് ഈ ഒരു ഫിഗറിലാണെങ്കിൽ 2 സ്ക്വയർ വന്നിട്ട് എവിടെ നിന്ന്, അതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതാണല്ലേ വരണേ. അപ്പം ദേ ഇവിടെയും ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഇവിടെയും ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയും എങ്ങനെ വരണം? ഇങ്ങനെ വരണം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആളെ എങ്ങനെയുള്ളതാ? ഇങ്ങനെ ഒരാളാണ് നമുക്ക് കിട്ടിയിരിക്കണം അല്ലേ. ഇങ്ങനെ ഒരാളെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇത് എവിടെ ഇരിക്കുന്നത്? സ്ക്വയറിനുള്ളിലായിരിക്കും ഇരിക്കുക. സ്ക്വയറിനുള്ളിൽ ഇരിക്കുമ്പോൾ ഏതാ നമുക്ക് ഓപ്ഷൻ വരുന്നത്? ഇങ്ങനെ ഒരു ഓപ്ഷൻ്റെ ഇയാൾ നമുക്ക് നേരെ എടുത്ത് ഇങ്ങോട്ട് വെക്കത്തില്ലേ? കറക്റ്റായിട്ട് ഇവിടെ കിട്ടൂലേ? നോക്കിയേ, ഒരു സ്ക്വയർ ദേ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന. ആകെ 3ക്കും 1നും മാത്രമേ ഡൗട്ട് വരുന്നുള്ളൂ. അത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്കറിയാം ഇങ്ങോട്ട് ഒരെണ്ണം വന്നാൽ ഇങ്ങോട്ട് തന്നെ പോകണമെന്ന് അല്ലേ. അല്ലാതെ സെയിം ഡയറക്ഷനിലേക്ക് വരത്തില്ലല്ലോ. അപ്പം അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നും നോക്കാനില്ല, നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാം. എന്താ? ഇതിനെ ദേ ഇങ്ങോട്ട് കൊടുത്തു, ഇതിനെ ഇങ്ങോട്ടും കൊടുത്തു, അടുത്തതും ഇങ്ങനെ വന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുക? അടുത്ത ഡയറക്ഷനിലേക്ക് പോയിട്ടത് യു ആയി മാറി. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഫസ്റ്റ് ഓപ്ഷനിലുള്ള ആളെയല്ലേ എടുത്ത് ഇവിടെ വെക്കണ്ടേ? യെസ്. അപ്പോൾ എ ആണ്. ഇതൊന്നും വരത്തേ ഇല്ല. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇവിടെയും ഡൗട്ട് വരുന്ന ആരും, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എയും ഡിയും ആണ്. എയും ഡിയിൽ നമ്മൾ എയിലാണ് എടുത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു വലിയ സർക്കിൾ തന്നിരിക്കുകയാണ്. ഒരു വലിയ സർക്കിളാണ്. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു സർക്കിളിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് വലിയ സർക്കിള്. ഇനി ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. നോക്കിയേ, ട്രയാങ്കിള് ഇവിടെ വന്ന് മുട്ടും, അത് നേരെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്നു. അപ്പം നോക്കിയേ, ഇനി നമ്മുടെ ഫിഗർ വരുവാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ആ സ്ക്വയറിനുള്ളിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരും. അതേപോലെ എന്ത് വരും? ഇങ്ങനൊരു ഇമേജ് വരണം. ഇത് എവിടെയാ വരിക? ഇത് താഴത്തോട്ട് വരും. പറ്റത്തില്ല, ഇതും പറ്റില്ല, ഇതും പറ്റില്ല. ഓപ്ഷൻ എ ഒന്ന് നോക്കിക്കേ. കറക്റ്റായിട്ട് ആ സർക്കിൾ പോണു. ആ ട്രയാങ്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ വരുന്നു. ആ ട്രയാങ്കിൾ ഇവിടെ എൻഡ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഉണ്ടോ? അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? എ. അപ്പോൾ ആദ്യമേ വരച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ കുറച്ച് അധികം എലമെന്റ്സ് ഉണ്ട്. ഇപ്പം ഏതൊക്കെയാണോ ആ കോർണറിൽ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ ഒരു വലിയ സ്ക്വയർ ഉണ്ടല്ലേ. ഇത്രയും നമുക്ക് തന്നിട്ടുള്ളൂ. ഞാൻ ആ ഫിഗർ ഒന്ന് ജോയിൻ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒരു ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഫിഗറിന്റെ ഇവിടെ എന്ത് വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പം നോക്കി, ഇവിടെ ആ സ്ക്വയറിനെ ഫില്ലാക്കണ്ടേ. സ്ക്വയറിനെ ഫില്ലാക്കി. ഇനി എന്താ പറയുന്നത്? ഇതെവിടെ പോകണം? ഈ കോർണറിലേക്ക് പോകണം. ഈ കോർണർ ഇതെവിടെ പോകണം? താഴത്തേക്ക് വന്ന് മുട്ടണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇനി ഇവിടെ 3 ആൾക്കാരുണ്ട്. ഇതെവിടെ വരും? 1 2 3. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏതാ നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്?
നോക്കിയേ, ഇത് പറ്റുമോ? ഇത് താഴെയാണ് നമുക്ക് വരേണ്ടത്, മുകളിൽ ഒരു സ്ക്വയറിൻ്റെ മുകളിലാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ എന്താ, നമുക്ക് ആ സ്ക്വയർ ഇല്ല, സോ ഇത് പറ്റത്തില്ല. ഇവിടെ സ്ക്വയർ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ലൈൻ ഉണ്ട്, പറ്റത്തില്ല. അടുത്തത് ഓപ്ഷൻ ഡി നോക്കിക്കേ, ഒരു സ്ക്വയർ വന്നു, 2 കോർണറിലേക്കും അത് പോയി, അതേപോലെ 3 ഡോട്ട്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ച് ഓരോ പോയിന്റ്സും, ഒരുപാട് എലമെന്റ്സ് നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ എന്താ, സ്ക്വയർ പൂർത്തിയാക്കാം അല്ലേ. ആദ്യമേ തന്നെ നോക്കിയേ, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നു, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യാനുള്ളത്? എന്തുണ്ട്, ഇവിടെ മുകളിലൊരു ലൈനും കൂടെ ഉണ്ട് അല്ലേ, മുകളിലൊരു ലൈനും കൂടെ ഉണ്ട്. ഇനി എന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പം ഏത് ആൻസർ വരുന്നത്? ഏത് ആൻസർ വരും? ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ട് വരുന്നത് എന്താണെന്നറിയോ? എന്നാൽ അതെ ഇവിടെ ഇങ്ങനെ ഒരു ലൈനും കൂടെ കാണുമെന്ന് വിചാരിച്ചത് ഇവിടുത്തെ ഈ ലൈൻ ഇടും. ഇല്ല, അവിടെ നമുക്ക് അങ്ങനെ ഒരു ലൈൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഈ ഒരു ഫിഗർ എന്താണോ അതല്ലേ മുകളിലേക്കും വരേണ്ടത്. ഇവിടെ ഇരിക്കണ ഈ ഒരാളാണ് ഇവിടെ വന്നത്, ഈ എ ആണ് ഇവിടെ എ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഈ ബി എവിടെ വരണം? ഈ മുകളിൽ ബി ആയിട്ട് വരണം. അപ്പം ഇത് തന്നെ വേണം തിരിഞ്ഞിപ്പുറത്തേക്ക് വരാൻ അല്ലേ. അപ്പം എന്ത് ചെയ്യണം? താഴെ ഒരു ലൈൻ ഉണ്ടാവും, മുകളിലും ഒരു ലൈൻ ഉണ്ടാവും, ഇടയ്ക്ക് വേറെ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. ഓപ്ഷൻ 3 ആണ് കേട്ടോ ആൻസർ വരിക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനിപ്പോൾ പറഞ്ഞു. ഓണത്തിന് നമുക്ക് ഓഫറുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. എന്തൊക്കെയാണ്? നമുക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, ലൈവ് റെക്കോർഡഡ് ക്ലാസ് ത്രൂ അവർ വെബ്സൈറ്റ്. നമ്മൾ സൂം വഴി നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും. ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വേർഷനും എവിടെ ഉണ്ടാവും? നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ടിൽ നിങ്ങൾക്ക് എക്സാം വരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതവിടെ എടുത്തു നോക്കാം, അതവിടെ ഉണ്ടാവും. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അത് ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ വീഡിയോ ഒന്നും കൂടെ എടുത്ത് കാണാം. നമ്മൾ സ്കൂളിൽ പോലും ഇപ്പോൾ ഓണത്തിന് മുമ്പ് പഠിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ നമ്പർ സിസ്റ്റം എല്ലാം വരുന്ന ഓണത്തിന് മുമ്പാണ്. അതിനി ഒന്നും കൂടെ എടുത്ത് കാണണമെന്ന് വെച്ചാൽ നമുക്ക് നടക്കുമോ? ഇല്ല. പക്ഷേ ഇവിടെ നമ്മുടെ നമ്പർ സിസ്റ്റം കഴിഞ്ഞോ, അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അതൊന്നും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ, എക്സാമിന് മുമ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഒക്കെ കാണാം, നമുക്ക് അതിന് അവസരമുണ്ട്. വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ ഇരുന്ന് കുറേ ആദ്യം മുതൽ ഒന്നും കൂടെ കണ്ട് പഠിക്കാനൊക്കെയുള്ള അവസരമുണ്ട്. സോ നമ്മുടെ ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഡൗട്ട് ക്യാൻ ബി ആസ്ക്ഡ് ടു മെൻറ്റർ ത്രൂ വാട്സപ്പ്. നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും, ആളോട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അവർ പറഞ്ഞു തരും. നമുക്കൊരു വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. വർക്ക്ഷീറ്റ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മൊത്തം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിൻ്റെ ആൻസേഴ്സും. അതേപോലെ തന്നെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും, അസസ്മെൻ്റ് ഉണ്ടായിരിക്കും. അതാണ് നമുക്കിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. വീക്ക്ലി അസസ്മെൻ്റ് ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്, മോക്ക് എക്സാംസും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരാഴ്ച പഠിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അത് നമുക്ക് എന്താ പറയുക, ഒരു എക്സാമിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. അതിനാണ് വീക്ക്ലി അസസ്മെൻറ്റ്സ് ഉള്ളത് കേട്ടോ. വീക്ക്ലി അസസ്മെൻ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ മന്ത്ലി, ഇപ്പോൾ ഒരു മാസത്തെ നമ്മൾ പഠിപ്പിച്ച് തീർത്തിട്ട് അവിടെ ഒരു മന്ത്ലി ടെസ്റ്റ്. നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പീരിയോഡിക് ടെസ്റ്റ് 1, പീരിയോഡിക് ടെസ്റ്റ് 2, 3 എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ ഒരു മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുള്ളി ഒരു ഹൈലൈറ്റ് പറയുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബാച്ച് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നവോദയയിൽ സീറ്റ് കിട്ടും. നല്ല രീതിയിൽ പഠിക്കണം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ഉഴപ്പി പഠിച്ചാലൊന്നും നമുക്ക് കിട്ടത്തില്ല. നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്കോടെ റാങ്കിൽ കയറാം. അപ്പോൾ ദേ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 9496949929. വിളിച്ച് എൻക്വയറി നടത്തുക. ഞാൻ പറഞ്ഞു ഓണം ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു, ഫ്രം 662. അപ്പോൾ എന്ത് ചെയ്യുക, വിളിക്കുക, എൻക്വയറി നടത്തുക, നമുക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്